നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും G2 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗുരുവായൂർ അമ്പലനടയുടെ വിശേഷമായിട്ടാണ്. അങ്ങനെ ഗുരുവായൂർ അമ്പലനടയിലെ സിനിമ 4ാമത്തെ ദിവസവും കഴിഞ്ഞ് ഇന്ന് ഒരു വർക്കിംഗ് ഡേയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നപ്പം തിങ്കളാഴ്ച ദിവസമായിട്ട് എത്രത്തോളം ബുക്കിംഗ് ഉണ്ടെന്നുള്ള വിവരവും ഇന്ന് വൈകുന്നേരം വരെയുള്ള ഫൈനലായിട്ട് ഇന്നത്തെ എത്രത്തോളം കളക്ഷൻ വരാൻ സാധ്യതയുണ്ടെന്നും ഇന്നത്തെ ഒരു ബുക്കിംഗ് ഏത് നിലവാരത്തിലാണെന്നുള്ളതും ഒക്കെയാണ് നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമ ഇന്ന് വൈകുന്നേരത്തെ ഷോയോടുകൂടി തന്നെ ഒഫീഷ്യലായിട്ട് തന്നെ ആ ടീം പുറത്തു വിട്ടിരിക്കുകയാണ്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻ കമ്പനി അവർ പുറത്തു വിട്ടിരിക്കുകയാണ്. 50 കോടി ക്ലബിലെത്തിയ വിവരം ആദ്യം തന്നെ സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റായും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇന്നത്തെ ഒരു ബുക്കിംഗ് നിലവാരത്തിലേക്ക് പോകാം. അതിനുശേഷം ആ 50 കോടി ക്ലബിലെത്തിയതിന്റെ ഇന്നലത്തെ ഞായറാഴ്ച ദിവസം ഒരു സൂപ്പർ സൺഡേ ബുക്കിങ്ങിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ കൊച്ചി സിറ്റിയിൽ 70 ഷോ മാത്രമായിരുന്നു ഫസ്റ്റ് വീഡിങ് ഇന്ന് തിങ്കളാഴ്ച ദിവസം കാണാൻ സാധിച്ചത്. സിനിമ ഇറങ്ങി 5ാമത്തെ ദിവസമായ തിങ്കളാഴ്ച അല്പം പതുങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇന്നലെ ഞായറാഴ്ച 200 ഷോയോളം ഉണ്ടായിരുന്നു. ഇതുവരെയും 150 ഷോയ്ക്ക് താഴോട്ട് റിലീസ് ചെയ്ത് സിനിമ റിലീസായതിനു ശേഷം താഴോട്ട് പോയിട്ടില്ലായിരുന്നു ഓറഞ്ച് അലർട്ട് കത്തി നിൽക്കുന്നത്. പക്ഷെ ഇന്നത് 70 ഷോ മാത്രമായിട്ട് ഓറഞ്ച് അലർട്ട് കത്തി നിൽക്കുന്ന അല്ലെങ്കിൽ ഫാസ്റ്റ് ഫീഡിങ്ങിന്റെ കൗണ്ട് കുറയുന്ന ഒരു സാഹചര്യം നമുക്ക് കൊച്ചി സിറ്റിയിൽ കാണാൻ സാധിക്കും. ബാക്കി എല്ലായിടത്തും തന്നെ ഇതേ അവസ്ഥയാണ്. ട്രിവാൻഡ്രത്ത് 25 ഷോ മാത്രമായിരുന്നു ഫാസ്റ്റ് ഫീഡിങ് നമുക്ക് ഇന്നത്തെ ദിവസം കാണാൻ സാധിച്ചത്. കോഴിക്കോടാവട്ടെ 25 ഷോയോളം മാത്രം ഫാസ്റ്റ് ഫീഡിങ്, തൃശ്ശൂർ 15 ഷോയോളം മാത്രം ഫാസ്റ്റ് ഫീഡിങ് ആയിരുന്നു, കൊല്ലത്ത് 10 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ് ആയിരുന്നു, ആലപ്പുഴയിൽ 4 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ് മാത്രം, കോട്ടയത്ത് 5 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ്, പത്തനംതിട്ടയിലും പാലക്കാടും ഒക്കെ 2 ഷോ വീതം ഫാസ്റ്റ് ഫീഡിങ്. അങ്ങനെ കേരളം ഒട്ടാകെ ബാക്കി എല്ലാ പ്രധാനപ്പെട്ട സെന്ററുകളിലും അതുപോലെ ചെറുതും വലുതായിട്ടുള്ള എല്ലായിടത്തും കൂടെ നോക്കുമ്പോൾ 180 ഷോ മാത്രം ഫാസ്റ്റ് ഫീഡിങ് ആയിട്ട് കുറയുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഫാസ്റ്റ് ഫില്ലിങ് അല്ലെങ്കിൽ ഹൗസ്ഫുള്ളിലേക്ക് നീങ്ങിയില്ലെങ്കിലും നല്ല ജനത്തിരക്കുണ്ടെന്നുള്ളത് അത് യാഥാർത്ഥ്യം വേറെ ഒന്നാണ്. പക്ഷേ ഫാസ്റ്റ് ഫില്ലിങ് കൗണ്ട് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നേരെ പകുതിയിലേക്ക് താഴുന്ന ഒരു കാഴ്ചയാണ് കേരളം ഒട്ടാകെയുള്ള ഒരു ഫാസ്റ്റ് ഫില്ലിങ്ങിന്റെ കൗണ്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാംഗ്ലൂർ സിറ്റിയിൽ വെറും 5-6 ഷോ മാത്രമായിരുന്നു ഫാസ്റ്റ് ഫില്ലിങ് കാണാൻ സാധിച്ചത്. ചെന്നൈയിലും അതേ അവസ്ഥയാണ്. അങ്ങനെ ഇന്ത്യ ഒട്ടാകെ ഒരു 200-210 ഷോ മാത്രമായിരുന്നു ഇന്നത്തെ ദിവസം. 5ാമത്തെ ദിവസമായ ഇന്നത്തെ ദിവസം ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന ഈ ചെറിയ സിനിമയ്ക്ക് ഒരു ഫാസ്റ്റ് ഫീഡിങ്ങിന്റെ കൗണ്ട് കാണാൻ സാധിച്ചത്. അപ്പൊ ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കളക്ഷനിൽ ഇന്നലെയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കളക്ഷൻ അത്രത്തോളം വരാൻ സാധ്യതയില്ല. അതിന്റെ പകുതിയോളമായിട്ട് ചിലപ്പോൾ താഴാനുള്ള സാധ്യതയും ഇന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും തന്നെയും നമുക്ക് ഞായറാഴ്ച ദിവസം, ഇന്നലെ ഞായറാഴ്ച ദിവസം 4ാമത്തെ ദിവസം, സിനിമയുടെ 4ാമത്തെ ദിവസം ഗംഭീര ദിവസമായിരുന്നു. കാരണം മലയാള സിനിമയുടെ 2024 ഒരു ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് 2024 ഒരു ദിവസത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഗുരുവായൂർ അമ്പലനടയിൽ ഇന്നലത്തെ കളക്ഷനോടുകൂടി തൂക്കിയിരുന്ന വിവരം നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കും. എന്തായാലും തന്നെ അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ട് ഒഫീഷ്യലായിട്ട് പുറത്തു വന്നപ്പം കേരളത്തിൽ നിന്നും 4ാമത്തെ ദിവസമായ ഞായറാഴ്ച ദിവസം ഇന്നലെ ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ വൻ തിരക്കിൽ നേടിയത് 1-2 രൂപയൊന്നുമല്ല, 5,90,00,000 രൂപയോളം ഒറ്റ ദിവസം കൊണ്ട് സ്വന്തമാക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഞായറാഴ്ച ദിവസത്തെ ഈ കളക്ഷനും കൂടെ കൂട്ടുമ്പോൾ മൊത്തത്തിൽ 17,80,00,000 രൂപയാണ് 4 ദിവസം കൊണ്ട് ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ സ്വന്തമാക്കിയത് കേരളത്തിൽ നിന്നും മാത്രം. കർണാടകയിലാവട്ടെ 65 ലക്ഷം രൂപയോളം ഇന്നലെ സ്വന്തമാക്കി. മൊത്തം 1,93,00,000 രൂപയാണ് 4 ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ നിന്നും 32 ലക്ഷം രൂപയോളം സ്വന്തമാക്കി. മൊത്തത്തിൽ അവിടെ 91 ലക്ഷം രൂപയോളം ആയിരിക്കുവാണ്. മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ, ബാക്കി ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾ കൂടാതെ ബാക്കി എല്ലായിടത്തും കൂടെ 53 ലക്ഷം രൂപയോളമാണ് ഇന്നലെ സ്വന്തമാക്കിയത്. നല്ലൊരു കളക്ഷൻ കൊയ്ത്ത് തന്നെ ബാക്കി എല്ലാ സംസ്ഥാനത്തും നടത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മൊത്തം 1,23,00,000 രൂപയാണ് അവിടുത്തെ എല്ലാ കളക്ഷനും കൂടെ നോക്കുമ്പോൾ 4 ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ മൊത്തം ഇന്ത്യയിൽ നിന്നും ഇന്നലെ സ്വന്തമാക്കിയതാവട്ടെ 7,40,00,000 രൂപയാണ്. ഒന്ന് ഓർത്ത് നോക്കിയേ, പവർ. ഗുരുവായൂർ അമ്പലനടയിൽ സദ്യ കഴിക്കാനായിട്ട് തിരക്കെന്ന് പറയുന്നുണ്ടല്ലോ, ഇതാണ് തിരക്കെന്ന് പറയുന്നത്. അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 4 ദിവസമായിട്ട് സ്വന്തമാക്കിയതാവട്ടെ 21,85,00,000 രൂപയോളമാണ്. ഇനി വിദേശ രാജ്യത്തെ കളക്ഷൻ ഞെട്ടിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നിസ്സാരമായിട്ട് പറയാൻ സാധിക്കും. ശനിയാഴ്ച അത്രയും കളക്ഷൻ നമുക്ക് ഞായറാഴ്ച ദിവസം കാണാൻ സാധിക്കുന്നില്ല. കാരണം 6.5 കോടി രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ ശനിയാഴ്ച ദിവസം വിദേശ രാജ്യത്ത് നിന്ന് സ്വന്തമാക്കിയെങ്കിൽ ഇന്നലെ അതായത് ഞായറാഴ്ച ദിവസം അത് 6,20,00,000 രൂപകളാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തായാലും 4 ദിവസം കൊണ്ട് 21,75,00,000 രൂപയാണ് 4 ദിവസം കൊണ്ട് വിദേശ രാജ്യത്തെ കളക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇന്നലെ ഒറ്റ ദിവസം
13,60,00,000 രൂപയാണ് 4ാമത്തെ ദിവസമായ ഞായറാഴ്ച ദിവസം ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ സ്വന്തമാക്കിയത്. അങ്ങനെ വേൾഡ് വൈഡ് കളക്ഷൻ 4 ദിവസം കൊണ്ട് തന്നെ ഒഫീഷ്യലായിട്ട് 43,60,00,000 രൂപയാണ് സ്വന്തമാക്കിയത്. ഇന്നത്തെ വൈകുന്നേരത്തെ കളക്ഷൻ ഉൾപ്പെടെ നോക്കുമ്പം എന്തായാലും ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു 7 കോടി രൂപ. ഇന്നലത്തെ കളക്ഷൻ 13,60,00,000 രൂപയായിരുന്നു. അതിൻ്റെ അടുത്തൊന്നും വന്നില്ലെങ്കിലും ഒരു 7.5-8 കോടി റേഞ്ചിലുള്ള കളക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ ഒഫീഷ്യലായിട്ട് തന്നെ പൃഥ്വിരാജ് പുറത്തുവിട്ടിട്ടുണ്ട് 50 കോടി ക്ലബിലെത്തി എന്നുള്ളത്. എന്തായാലും ഇന്നത്തെ കളക്ഷനോടുകൂടി ഈ 50 കോടി ക്ലബിലെത്തിയ സിനിമ ഇനി ഒരുപാട് ഉയരങ്ങൾ കീഴടക്കി ഗുരുവായൂരപ്പന്റെ ആ ഒരു അമ്പല നടയിൽ നിന്നും അന്നം കഴിക്കാൻ അല്ലെങ്കിൽ ആ കല്യാണ സദ്യ കഴിക്കാനുള്ള തിരക്ക് ഇനിയും വർദ്ധിക്കട്ടെ. അങ്ങനെ 100 കോടിയും കഴിഞ്ഞ് ഈ വർഷത്തെ 5ാമത്തെ 100 കോടി ക്ലബിലേക്ക് എത്തട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത്. എന്തായാലും 50 കോടി ക്ലബിലെത്തിയ പൃഥ്വിരാജ്, ബേസിൽ ജോസഫ് ഈ സിനിമയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ. ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട്, വെറും 5 ദിവസം കൊണ്ട് തന്നെ 50 കോടിയിലെത്തി. എന്താ അല്ലേ? അപ്പം ബൈ ബൈ.